കിട്ടിയിരിക്കുന്ന ന്യൂസ് 2026 ജൂബിലി അവാർഡ്സിൽ മികച്ച സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഡയറക്ടറിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിശ്വജിത് വർമ്മ. ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കോളിൽ കണക്ട് ആക്കിയിട്ടുണ്ട്. ഹലോ സർ. ഹലോ, കേൾക്കാമോ സർ? യെസ് സർ, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ഫോർ വിന്നിംഗ് ദ അവാർഡ്. താങ്ക് യു സോ മച്ച്. ആൻഡ് സർ, പ്രേക്ഷകർക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത്. അതിൽ പ്രധാനമായും അറിയേണ്ട ചോദ്യമാണ്, ഈ കഥ എഴുതാനുള്ള സാറിന്റെ മോട്ടിവേഷൻ എന്താണ്? പിന്നെ ഈ കഥ ഈസ് ഇറ്റ് റിയൽ ഓർ ഫേക്ക്? What do you think? Just guess it. എന്താണ് ജാക്സ, എന്തിനാ ഇത്ര വെളുപ്പിനെ നീ ഇങ്ങോട്ടെന്നെ വിളിപ്പിച്ചേ? നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇഷാൻ, ഇഷാൻ, നിനക്ക് എന്താ പറ്റിയത്? എടാ മതി, നിർത്ത്. ഇല്ല, എനിക്കിത് കംപ്ലീറ്റ് ആക്കണം. എന്റെ മനസ്സിൽ നിന്ന് ഇത് മായുന്നതിന് മുമ്പ് എനിക്ക് വരച്ചു തീർക്കണം. ഓ, അവന്റെ ഒരു ഒടുക്കത്തെ വര. നീ ഇവിടെ എത്ര തവണ പറഞ്ഞതാ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. ആവശ്യമില്ലാത്തതൊക്കെ കണ്ടു വരച്ച് കൂട്ടി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാൻ പോണേ? എനിക്കറിയില്ലടി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന്. ഇതിപ്പം എനിക്കറിയില്ല. അതിനല്ലേ ഇവള് ഡോക്ടറെ കാണാൻ നിന്നോട് പറയുന്നത്. ആ, എന്തായാലും നീ വാ, നമുക്കൊന്ന് പുറത്തു പോകാം. നാളെ നിനക്ക് എക്സിബിഷന് പോകാനുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ശരിയാവില്ല. റെഡിയാവും നീ. അത് ശരിയാ, പുറത്തു പോയിട്ട് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാം. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കും അടിക്കണം. അയ്യോ, മോൻ ക്യൂട്ട്നെസ് വാരി വിതറല്ലേ. രണ്ട് കള്ളുകുടിയന്മാരെയാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. റെഡിയാവും മോനെ. ഹലോ, ദാ നിന്റെ സ്റ്റോറിക്ക് വേണ്ടി ഞാനൊരു തീം പറയട്ടെ.
നീ നീ ആരാ? എന്തിനാ എന്തിനാ നീ എപ്പോഴും എന്റെ സ്വപ്നങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നത്? ഡാ ഇഷാനെ, വാ പോകാം. ആ ദാ വരുന്നു. ഇനി അടുത്തത് എന്താണെന്ന് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഇതിനു മുന്നത്തെ സ്ഥലത്ത് അവർക്ക് സഡൻലി സ്റ്റോപ്പ് ചെയ്തു. റീസൺ പോലും പറഞ്ഞില്ല. അതെ, സാറിന്റെ രീതി അങ്ങനെയാണ്. ഒരു ഉത്തരമില്ലെന്ന് തോന്നിയ അവിടെ പിന്നെ നിൽക്കില്ല. സാർ വരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. Good morning. എന്റെ പൊന്നെ, ആ കുറിപ്പ് ഇന്നും ലേറ്റ് ആണല്ലോ. ഇന്നിനി എന്ത് റീസൺ ആണോ പറയാൻ പോകുന്നത്? ഇന്നലെ പറഞ്ഞത് വണ്ടി പഞ്ചറായിന്ന. അവളിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും സാർ അവളെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. നമ്മൾ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കണമായിരുന്നു. ചന്ദ്രനിലോ ചൊവ്വയിലോ 2 സെന്റ് സ്ഥലം വാങ്ങി അവിടെ സ്ഥിരമാക്കേണ്ടി വന്നേനെ. അതെ അതെ, എന്നിട്ട് നമ്മളെ കാണിക്കാനായിട്ട് വെറുതെ കണ്ണുരുട്ടി ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യും. മിണ്ടല്ലേ, സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മേ, കമിങ് സാർ. സോറി സാർ, വരുന്ന വഴി ഒരു ചിന്ന ആക്സിഡന്റ്, അതോടെ റോഡ് ബ്ലോക്ക് ആയിടിച്ച്. ഇരിക്കൂ. നമ്മൾ ഇത് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു പ്രൊജക്ടിനെ പറ്റിയാണ്. പ്രൊജക്ട് ഫോർബ്രൻ റൈറ്റ്സ്. സാർ, ഇതൊരു ആർക്കിയോളജി പ്രൊജക്ട് ആണോ അതോ വല്ല മന്ത്രവാദത്തിന്റെ ഹിസ്റ്ററിയോ? ഈ പേര് കേട്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നേ. നേത്ര, പുരാവസ്തു ഗവേഷണം എന്നാൽ വെറും മൺപാത്രങ്ങൾ തിരയൽ മാത്രമല്ല, മനുഷ്യൻ ഉപേക്ഷിച്ചു പോയ ചില വിശ്വാസങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക കൂടിയാണ്. ഈ പ്രൊജക്ടിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത് ചരിത്രം ഭയത്തോടെ മൂടിവെച്ച ചില സത്യങ്ങളെയാണ്. മനുഷ്യരക്തം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച അദൃശ്യ ശക്തികൾ, വായുവിൽ പോലും നിഗൂഢത പരത്തുന്ന ചാത്തൻ സേവ, ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ചില ഇരുണ്ട അധ്യായങ്ങളുണ്ട്. ഡാർക്ക് ആർക്കിയോളജി എന്ന മേഖലയിൽ നമ്മൾ ഒരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. പല പുരാതന സ്ഥലങ്ങളിലും ഇപ്പോഴും നിഗൂഢമായ അനുഷ്ഠാനങ്ങളും കുരുതികളും നടക്കുന്നുണ്ട്. സാർ, അതിന് നമ്മൾ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിനെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്താണ് ഈ ഡാർക്ക് കൾട്ടുകളിലേക്ക് മാറാൻ കാരണം? ഇത് നമ്മുടെ സിലബസിലുള്ളതാണോ? സിലബസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ജനനി. ഈ ആചാരങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ചില പ്രത്യേകതര കൊത്തുപണികളും നിർമ്മിതികളും ഉണ്ടായിരുന്നു. അവയെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല.
ഇത് സക്സസ് ആയാൽ ഒരു ഇന്റർനാഷണൽ ജേണലിൽ ഇത് പബ്ലിഷ് ചെയ്യാം. നമ്മുടെ സെന്ററിന് അതൊരു വലിയ നേട്ടവുമാവും. അപ്പൊ നമ്മ അതിന്റെ കുരുതിത്തരകളൊക്കെ കണ്ടുപിടിക്കുമോ സാർ? ആനാലും ഇന്ന കാലത്തില് അപ്പടിപ്പെട്ട ഇടങ്ങൾ ഇറുക്കുമോ? എനിക്കും ഇതേ സംശയമുണ്ട് സാർ. ഇതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്നുണ്ടോ? അതും ഈ നൂറ്റാണ്ടിൽ? ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പൊ സാർ നമ്മളിപ്പോ അതേപ്പറ്റി തന്നെ റിസർച്ച് പണ പോറേ? സാറെന്താ പറഞ്ഞു വരുന്നത്? ഈ ജാത സേവ, കുരുതി കൊടുക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വെളിയിൽ കൊണ്ടുവരണമെന്നാണോ? യെസ്, ഇതൊരു സാധാരണ പ്രൊജക്ട് അല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതില് ഭയം ഉണ്ടാവും, സംശയം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കാണുന്നത് അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും വരും. സാർ കേട്ടിടത്തോളം ഇത് എളുപ്പമാവില്ലെന്നറിയാം, പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ഗുഡ്. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. എല്ലാരും വിഗ്രഹങ്ങളുടെയും ഫോസിലുകളുടെയും പിന്നാലെ പോകുന്നത്. ഈ പ്രൊഫസർ മാത്രം എന്താ ഇങ്ങനെ? അതെ, ഇതൊക്കെ നമ്മുടെ ഫീൽഡ് അല്ലല്ലോ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇതിൽ എന്തൊക്കെയോ വേറെ ഉദ്ദേശമുണ്ടെന്ന്. അപ്പടിയെല്ലാം ഒന്നുമില്ല, എങ്ക ആള് ரொம்ப പാവം. അത് നിനക്ക്, ഞങ്ങൾക്ക് അങ്ങനെയല്ല. നേത്ര പോതും, ഇനിമേ ഒന്നും പേസാതെ. അയ്യോ, കൊച്ചിന് ദേഷ്യമൊക്കെ വന്നല്ലോ. ഞങ്ങൾ എന്നാലും നിന്റെ സാറിനൊന്നും പറയാൻ വരുന്നില്ല. എന്റെ പൊന്നെ. നീ എന്താ ഈ കത്തി വേഷത്തില്? എന്തെങ്കിലും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എങ്ങാനുണ്ടോ? എന്താണിത്? കത്തി വേഷോ? ഒന്ന് പോടാ, ഇത് ഞങ്ങള് കഥാകൃത്തുകള് കഥ പറയാൻ പോകുമ്പോടുന്നതാ. ഓ, അപ്പൊ ഇന്ന് ഏതോ ഒരു ഡയറക്ടറെ കയ്യിൽ മേടിച്ചു കൂട്ടാനുള്ള പോക്കാണല്ലേ? പോടാ, ഇത് അങ്ങനൊന്നുമല്ല. ഈ സ്റ്റോറി ക്ലിക്കാവും, നോക്കിക്കോ. ഇത് അവളുടെ ഐഡിയ. അല്ലെങ്കിൽ അതങ്ങനെ വരുള്ളൂ. നിനക്ക് ഇല്ലാത്ത മോട്ടിവേഷൻ തന്നിട്ട് നിന്നെ ഈ ഓരോ കുഴി കൊണ്ടുപോയി ചാടിക്കുന്നതേ അവളാ. ഇത് അങ്ങനെ ഒന്നുമല്ല, നോക്കിക്കോ, ഇത് ക്ലിക്കാവും. ഇത് തന്നെയല്ലേ നീ എല്ലാ പ്രാവശ്യവും പറയാറ്? പോടാ പോടാ, നിങ്ങൾക്കൊക്കെ എന്റെ അടുത്ത് പുച്ഛവാ. നോക്കിക്കോ, ഇന്ന് ഞാൻ തിരിച്ചു വരുമ്പോ സിനിമയ്ക്കുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടേ ഞാൻ വരുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു വിഷ്മിലൊക്കെ എന്റെ അടുത്ത് പറഞ്ഞോ. പിന്നെ വിഷ്മിയിലൊക്കെ എന്തിനാടാ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ തന്തയ്ക്ക് വിളി കേൾക്കുന്നതിന് ഞാൻ വിഷ് ചെയ്യുന്നേ? സ്നേഹമില്ലാത്ത തെണ്ടി. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്കൊന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തൂടെ? പുച്ഛിച്ചോടാ പുച്ഛിച്ചോ, നീയൊക്കെ ഒരു ദിവസം എന്റെ അടുത്ത് വരും, അളിയാ ഒരു ഓട്ടോഗ്രാഫ്, അളിയാ ഒരു ഓട്ടോഗ്രാഫ് പറഞ്ഞിട്ട് എന്റെ പൊട്ട് തരും നിനക്കൊക്കെ. അതൊക്കെ ഇരിക്കട്ടെ, പൊന്നുമോ ഫുഡ് ഉണ്ടാക്കി വെച്ചായിരുന്നോ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്, ഫുഡെങ്കിലും ഉണ്ടാക്കി വെക്കാൻ. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചായിരുന്നോ? അതിനൊന്നുള്ള ടൈം എനിക്ക് കിട്ടിയില്ല, ഞാനായിരുന്നു സ്റ്റോർ ചെയ്തു വരുന്നു. അവൻ്റെ ഒടുക്കത്തൊരു സ്റ്റോറി റൈറ്റിംഗ്. പേടിക്കണ്ട, ഫുഡ് വരും, ഇല്ലെങ്കിൽ ചാത്തന്മാര് കൊണ്ടുവരും. എന്തോന്ന്? അല്ല, സ്വിഗ്ഗി പോയി കൊണ്ടുവരുമെന്ന്. ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പൈസ നീ കൊടുത്താൽ മതി. മോനെ, നീയൊക്കെ എന്റെ ചെലവിൽ എത്ര കാലം ജീവിക്കോടാ? അളിയാ, നീ കണക്ക് പറയുവാണല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാൻ വളർന്നത് നിന്റെ പാത്രത്തിൽ കൈയിട്ട് വരിയിട്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ആഞ്ജനേയ സ്വാമിയേ. എടാ പോ, നീ എവിടോ കഥ പറയാൻ പോവാണെന്നല്ലേ പറഞ്ഞ? എങ്ങോട്ടാന്ന് വെച്ചാ പോ. പോവുന്ന, അല്ലെങ്കിൽ നിന്നെ പോലെ ഈ അൺറൊമാറ്റിക് ആയിട്ടുള്ള പീപ്പിൾസിന്റെ അടുത്ത് പറഞ്ഞ് സമയം കളയാൻ എന്റെ കയ്യിൽ ഒട്ടും സമയമില്ല. അതുകൊണ്ട് വൈ മാറട മുണ്ടക്കൽ ശേഖര. സിനിമ കണ്ട് ഭ്രാന്തായെന്നാ തോന്നുന്നെ. എടാ വിശ്വ, എന്താടാ? ലൂക്ക വന്നില്ലേ? ഇല്ല, ഞാൻ വിളിച്ചു, കണക്ട് ആയില്ല. ഇനി നീ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. ഇനി തല തെറിച്ചവനെ ഞാൻ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാൻ എന്റെ ഈശ്വര. The person you are trying to call is currently busy. Busy in a world that needs no buffering.
വന്നേ? ഇത്ര ദിവസം എവിടെ ആയിരുന്നു? നിന്നെ തട വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? പിന്നെ നിനക്ക് എന്നാത്തിനാ ഫോണ്? ഹ, ഒന്ന് അടങ്ങും മോനെ. നീ ആരാ എന്റെ പെമ്പട് നോത്തിയോ എന്നെ ഇങ്ങനെ നിന്നങ്ങ് ക്രോസ് വിസ്താരം ചെയ്യാൻ? അല്ലടാ, നിന്റെ അപ്പൻ എബ്രഹാം. എന്നാ അപ്പം കുറച്ചങ്ങോട്ട് മാറി നിക്ക്. ചൈന വന്നതിന് പോലെ മുമ്പിൽ അങ്ങോട്ട് നിക്കുക. നാറിയിട്ട് പാടില്ല. നീ എന്തൊക്കെയാടാ ഈ അടിച്ചു കയറ്റിട്ട് വന്നേക്കുന്നേ? തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലേടാ? അറ്റ്ലീസ്റ്റ് വിളിച്ചാലെങ്കിലും നിനക്ക് ഫോൺ എടുത്തൂടെ? ഇങ്ങനെ ഈ നാടായ നാട് മൊത്തം ചുറ്റി നടക്കുമ്പോ നിനക്ക് എന്തെന്നായി കിട്ടുന്നേ? ഞാനിതാരോടാ പറയുന്നേ? അങ്ങോട്ട് പറയുന്നതും കേക്കില്ല, ഇങ്ങോട്ട് പറയേയില്ല. എന്താണ് നിന്റെ പ്രശ്നം? ഈ ലോക വിവരം ഇല്ലാത്ത നിന്നോടൊക്കെ ഞാൻ എന്നാ മാങ്ങാത്തുള്ളി പറയാനാടാ? ഓ ഇല്ല, എനിക്ക് ഈ ലോക വിവരം കുറച്ച് കുറവാ. ഈ ലോക വിവരം വെട്ടി നുറുക്കി പ്ലേറ്റിലാക്കിയ ചോറാവത്തൊന്നില്ലല്ലോ. അതിന് പണിയെടുത്ത് തന്നെ ജീവിക്കണം. ഞാനേ നിങ്ങളെ രണ്ടിനെയും പോലെയല്ല, അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിയാ. ആ, അത് പറഞ്ഞപ്പോയാ എവിടെ ഡയറക്ടർ സാറ്? മുകളിലുണ്ട്. ഇന്ന് ഏതോ ഒരു ഡയറക്ടർ എടുത്ത് സ്റ്റോറി പറയാൻ പോയിട്ട് അവിടെ നാട്ടി വിട്ടെന്നാ കേട്ടത്. ആസ് യൂഷ്വൽ, സ്വാഭാവികം, അതങ്ങനെ വരുള്ളൂ. റൂമിലിരുന്ന് ആ ഡയറക്ടറെ തന്തയ്ക്കും തന്തയുടെ തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട് അവൻ. എന്നാ അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഇല്ലെങ്കിൽ ആ സ്റ്റോറിന്ന് ഞാനിരുന്ന് കേൾക്കേണ്ടി വരും. മോനെ ലൂക്ക, തൂക്കിയല്ലോ നാദാ. ഓ, നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. എവിടായിരുന്നുടാ കുട്ടാ നീ? നിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ ആ ഡയറക്ടർ തണ്ടി ഓടിച്ചു വിട്ടടാ. മലയാള സിനിമ രക്ഷപ്പെട്ടു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, നമുക്ക് രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞ. ബാ, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? എടാളിയ, അവരെന്റെ അടുത്ത് പറയുവോ വല്ല പണിയെടുത്ത് ജീവിക്കടാത്തേണ്ടേന്ന്? അവർക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാ. തെണ്ടി, എനിക്ക് നിന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിയടാ. നീ പറടാ മോനെ. അളിയ, നീ കേക്കണം, എന്റെ സ്റ്റോറി നീ കേക്കണം. നല്ല സ്റ്റോറിയാടാ. എന്നാ ഞാൻ പോവുക ദേവസിയേട്ടാ. ഒറ്റക്കിട്ട് പോവാണല്ലടാ തേണ്ടി. പൊന്നു മോനെ, ഈ സ്റ്റോറി ഇന്ന് തന്നെ ഞാനൊരു 3 തവണ കേട്ടതാ. ഇനി കേട്ട എനിക്ക് താങ്ങൂല, അതുകൊണ്ട് നീ ഇരുന്ന് കേക്ക്. അവൻ പോണെങ്കി പോട്ടെ അളിയ, ഞാൻ കേക്കൂലേ? നീ പറ. തുടങ്ങട്ടെ. കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. മര്യാദക്ക് ആണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ എന്റെ വായില് വരുന്നത് പൊന്നാര മോനെ നീ കേൾക്കേണ്ട വരും. വേണ്ട അളിയ, വേണ്ട, സീരിയസ് ആയിട്ട് പറയാം. തുടങ്ങട്ടെ. നീ എന്തേലും കാട്ട്. ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു കഥയല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള ഭയത്തെയും കറുത്ത വിധികളെയും ക്രൂരതകളെയും പറ്റിയ. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ലോകം ശാസ്ത്രത്തിന് പിന്നാലെ പോകുമ്പോ നമ്മൾ പോലും കാണാത്തൊരിടത്ത് ഒരു ലോകമുണ്ട്. ഈ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവൃത്തികളും അനാചാരങ്ങളും കൊണ്ട് വിശ്വാസം കെട്ടിപ്പടുത്തിയൊരിടം. അവരുടെ ആവശ്യത്തിന് വേണ്ടി മനുഷ്യ ശരീരങ്ങളെ ബലി കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുന്ന തിന്മയുടെ മാത്രമായൊരിടം. തലമുറകളായി കൈമാറി വരുന്ന വിചിത്ര ആചാരങ്ങളുള്ളൊരിടം. അവിടേക്കാണ് ഇതിലെ വെയിറ്റ്, ഹൊററാണോ? യെസ്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്നാ ബാക്കി കേൾക്കണ്ട, ബാക്കി വൻ കോമഡി ആയിരിക്കും. പൊന്നു മോനെ, ഇതൊക്കെ ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാ. ഇതൊന്നും ഈ കാലത്ത് വർക്കൗട്ട് ആവില്ലടാ. ലൈക്ക് പ്രേതം, ഭൂതം, ആത്മാവ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ല. അതൊക്കെ ജസ്റ്റ് ഒരു മിത്താ. എന്നാ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പ്രേതം ഭൂതമൊക്കെ ഉള്ളതാണെന്ന്. ഒന്ന് പോടാ, ആത്മാവ് അങ്ങനെ ഒന്നും ഇല്ല. നീ പോടാ ഏത്തിസ്റ്റേ. ഈ ആത്മാവെന്ന് പറയുന്ന സംഗതി ഉള്ളതാ. സത്യം, അത് സത്യമല്ല, കറണ്ട് പോയതാ. ഞാൻ പോവുക, നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഥ പറഞ്ഞോ. അല്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും ആത്മാവ് വരുമായിരിക്കും. നീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് റിലേറ്റബിൾ ആയിരിക്കും, അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്ക്.
പിന്നെ അഥവാ ഈ സുന്ദരിയായ ആത്മാക്കളൊക്കെ വരുവാണെങ്കിൽ എന്റെ റൂമിലോട്ട് പറഞ്ഞു വിട്ടോ, ഞാനവിടെ ഒറ്റക്കല്ലേ. പോടാ വൃത്തികെട്ടവനെ. ഓ പുല്ല്, ഈ പണ്ടാര മനുഷ്യനെ കിടത്തി ഉറക്കാനും സമ്മതിക്കുന്നില്ലല്ലോ. നീ ആരാ? എന്തിനാ എന്റെ സ്വപ്നത്തിൽ വന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഓ, മനുഷ്യന്റെ ഓളം മൂടും പോയി. ഹലോ, എന്താടാ അളിയോ ഇന്ന് അട്ടപ്പാതിരക്ക് നീ വിളിച്ചേ? ഡാ, ഞാൻ വീണ്ടും ആ സ്വപ്നം കണ്ടടാ. ഓ എന്റെ മോനെ, നിന്നോട് അവള് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ ആ ഡോക്ടറെ കാണാൻ പോകാമെന്ന്. ഇനി ഒന്നും നോക്കണ്ട, നാളത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് അവള് പറഞ്ഞ ഡോക്ടറെ കാണാം. ഇപ്പം നീ ഒന്നും ആലോചിക്കണ്ട, രണ്ടെണ്ണം അടിച്ചിട്ട് പോയി കിടക്കാൻ നോക്കും. ശരി. സാർ, ആ വരൂ. என்னாச்சு சார்? ஏன் என்ன இப்ப கூப்பிட்டீங்க? നീ ഇരിക്കെ, പറയാം. ഞാൻ നമ്മുടെ പ്രൊജക്ടിനെ സംബന്ധിക്കുന്ന ഒരു ബുക്ക് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ സാധാരണ വിവരങ്ങളല്ലെന്ന് എനിക്ക് തോന്നി. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇതിനെ രക്തനക്ഷത്ര പൂജ എന്നാണ് വിളിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അവർ തിരഞ്ഞെടുക്കുന്നത് വെറും പെൺകുട്ടികളെയല്ല, മറിച്ച് 18നും 20നും ഇടയിൽ പ്രായമുള്ള കന്യകമാരെയാണ്. അവരുടെ ജന്മസമയം നോക്കിയാണ് ഈ ക്രൂരതയ്ക്ക് ഇരയാക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധയോടെ വേണം കേൾക്കാൻ. അതായത്, നീതാ ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കിയേ. ഇക്കഴിഞ്ഞ 11 വർഷങ്ങളിലായി 11 പെൺകുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. അതും 18നും 20നും ഇടയിൽ പ്രായമുള്ളവർ. പോരാത്തതിന് ഇവരൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ളത് ഏകദേശം ഒരേ തീയതികളിലും ഒരേ സമയത്തുമാണ്. ഇതിലെ 11 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോ ഒരു പെൺകുട്ടിയും കൂടി. எனக்கு ஒண்ணுமே புரியல சார். அவரு ஏன் இப்படி என்ன செய்யறேன்? അവർക്ക് വേണ്ടത് ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയല്ല, മറിച്ച് മരണത്തെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരുതരം ആഭിചാര സിദ്ധിയാണ്. 12 പേരുടെ രക്തം കൊണ്ട് ആ ബലിപീഠം കഴുകിയാൽ മാത്രമേ അവരുടെ തലവന് മരിക്കാത്ത ശരീരം ലഭിക്കൂ. ഓരോ പെൺകുട്ടികളെ അവർ കൊല്ലുന്നത് വെറുതെയല്ല. അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ പ്രത്യേക പൂജകൾക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. സ്വന്തം ലാഭത്തിനും അധികാരത്തിനും വേണ്ടി മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന ക്രിമിനലുകൾ. ഇതിൽ പറയുന്ന പ്രകാരം ആ പെൺകുട്ടി അവർ ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടാവും. കാളക്കൂട സന്നിധിയിലെ ആ ബലിപീഠത്തിൽ അവൾ ഇപ്പോൾ മരണത്തെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഈ വരുന്ന അമാവാസിയുടെ അന്ത്യയാമങ്ങളിൽ ആ പൂജ നടക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ആ 12ാമത്തെ ബലി നടത്താൻ ഞാൻ അനുവദിക്കില്ല. சார், தப்பாத எடுக்காதீங்க. அந்த பொண்ணு உங்களுக்கு யாரு? വൈദേഹി, നമുക്ക് മുമ്പിൽ ഒട്ടും സമയമില്ല. ആ സ്ഥലം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിനായി ഈ ഇരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ എന്തെങ്കിലും സൂചനയുണ്ടോന്ന് നമ്മൾ ഒരുമിച്ച് നോക്കണം. ഷേ, കോപ്പ് ഒരു കുപ്പി പോലും ഇല്ലല്ലോ എടുക്കാൻ. എന്തായാലും ഒരെണ്ണം അടിക്കാതെ കിടക്കാനും പറ്റില്ല. പോയി കിടന്നുറങ്ങടാ, അവന്റെ പ്രേതവും ഭൂതവും.